സൗദിയെയും ഖത്തറിനെയും അമേരിക്ക ചതിച്ചു. ഇപ്പോൾ ഹോർമുസിൽ നടക്കുന്ന പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭീമൻ ചതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം അവർ ഏറെക്കുറെ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അവസാനവട്ടം ഖത്തറിൽ വെച്ച് നടന്നിരിക്കുന്ന വെടിനിർത്തൽ ചർച്ച, സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിസന്ധി കഴിയുന്നവരെ അല്ലെങ്കിൽ പുതിയൊരു ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങുന്നതുവരെ ഇറാൻ നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെ മാത്രമേ കപ്പൽ സഞ്ചാരം നടത്താവൂ എന്ന് കരാർ പറയുകയും ആ കരാർ മധ്യസ്ഥരും അതോടൊപ്പം തന്നെ അമേരിക്കയും അംഗീകരിച്ചതാണ്. ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ കരാറിന് വിരുദ്ധമായിരിക്കുന്ന നിലപാട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തു. അയാളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ അതിർത്തിയോട് ചേർന്നുകൊണ്ട് കപ്പലിനെ പറഞ്ഞേക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ആ പ്രവൃത്തി ആരംഭിച്ചതിന് തന്നെ പറയാൻ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അന്താരാഷ്ട്ര സമുദ്ര സംഘടനയും അതായത് IMO ചേർന്നുകൊണ്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനമാണ് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയത്. അതായത് ഇറാൻ്റെ സഹായം ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ മേഖലയിൽ നിന്ന് ഈ കടൽ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അറേബ്യൻ കടലിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ പോകുന്ന രീതിയിലുള്ള റൂട്ട് മാപ്പ് ഈ സമാന്തര റൂട്ട് പാതയായിട്ട് ഉണ്ടാക്കി. ആ റൂട്ട് പാത എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കരാർ വ്യവസ്ഥയിൽ അത് അടക്കപ്പെടണമെന്നുള്ളതും അതിലൂടെ കപ്പൽ സഞ്ചാരം പാടില്ല എന്ന് പറയുകയും അതവർ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? കുറുക്കൻ്റെ ബുദ്ധിയുള്ള ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ അങ്ങോട്ട് മറന്നുകൊണ്ട് പിന്നീട് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇവിടെ ഒരു ചതി പ്രയോഗിച്ചു. ആ ചതി പ്രയോഗത്തിൻ്റെ ദാരുണ ഫലമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അനുഭവിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അഞ്ചാം കപ്പൽ പടയുള്ള ഈ ബഹ്റൈൻ്റെ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തി 85 ഇടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഒന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ്റെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ജനങ്ങളാണെങ്കിലും അവിടുത്തെ സൈനികരാണെങ്കിലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ വളരെ സജീവതയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട മേഖല വല്ലാത്ത രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയില്ല. ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ അവസരം ഇതാണ്. അതുകൊണ്ട് റൂട്ട് മാറിയിട്ട്, അതായത് ഈ ഇറാൻ്റെ മേഖലയിലൂടെ അല്ലാതെ ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ സഞ്ചാരം നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ ഈ മേഖല കയ്യിലാക്കി കഴിഞ്ഞാൽ ലോകത്തെ വിറപ്പിക്കുന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകും. ഇതായിരുന്നു അതിൻ്റെ കാതലായിരിക്കുന്ന തന്ത്രം. അഥവാ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്താകമാനമുള്ള പെട്രോളിയത്തിന് ഇപ്പോൾ വില കൂടിയത്. വലിയ പ്രതിസന്ധി ലോകത്ത് മുഴുവനും അനുഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതില്ലാതാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ മേഖലയിലുള്ള ഇറാൻ്റെ സർവാധിപത്യം ഇല്ലാതാകണം. സർവാധിപത്യം ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒമാൻ എന്ന് പറയുന്ന രാജ്യാതിർത്തിയിലൂടെ ഇത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഹോർമുസ് നമുക്കറിയാം 90 കിലോമീറ്റർ നീളം, 30 കിലോമീറ്റർ വീതി, ചെറിയ ഒരു ഇടുങ്ങിയ ഒരു പാതയാണ് ഈ പറയപ്പെട്ട ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. 15 കിലോമീറ്റർ ഇറാൻ്റെയും 15 കിലോമീറ്റർ ഒമാൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം. അപ്പോൾ ഒമാനുമായിട്ട് ഭീഷണിപ്പെടുത്തിയോ അതല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടോ ആ ഭാഗത്തിലൂടെ ഒരു കപ്പൽ പുതിയ റൂട്ട് ഉണ്ടാക്കുകയാണ് ട്രംപ് ചെയ്ത്. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. യഥാർത്ഥത്തിൽ സൗദിയെയും ഖത്തറിനെയും അമേരിക്ക പറ്റിച്ചാണ്. യാതൊരു വിഷയവുമില്ല, സുരക്ഷിതമായിട്ട് പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹോർമുസിൻ്റെ കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായ രീതിയിൽ IRGC ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സാധിക്കില്ല. കാര്യം കോടിക്കണക്കിന് ആളുകളാണ് അയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല ഇന്നത് ഇറാഖിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ വല്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ നിലവിൽ ഇറാഖിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രശ്നം അറിഞ്ഞതിന് ശേഷം പിന്നീട് ഇറാനിലേക്ക് അവരുടെ തലസ്ഥാന നഗരിയിലേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ സൗദി അറേബ്യയും ഖത്തർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയില്ല. പക്ഷേ സമ്മർദ്ദത്തിലാക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ല. അവർ കപ്പലിൽ വിടുകയും ചെയ്തു. കപ്പൽ വിട്ടതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ദുരന്ത ഫലം ഭയാനകരമാണ്, ചെറുതൊന്നല്ല. സൗദിയുടെ എണ്ണക്കപ്പലും ഖത്തറിൻ്റെ പ്രകൃതിവാതക കപ്പലായിരിക്കുന്ന LNGയുമാണ് തകർക്കപ്പെടുകയോ വലിയ രീതിയിൽ ആക്രമണത്തിന് വിധേയമാവുകയോ ചെയ്തത്. ഖത്തറിൻ്റെ കപ്പൽ ഒമാൻ്റെ തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ. കാരണം വെച്ചാൽ വലിയ രീതിയിൽ തകർച്ച ഉണ്ടായി. അതുപോലെ തന്നെ അവിടുന്ന്
പ്രശ്നം തീർത്തുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒമാൻ്റെ തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സൗദി കപ്പലിനെ കുറിച്ച് നിലവിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഖത്തറിൻ്റെ കപ്പൽ 29 ജീവനക്കാരുണ്ടായിരുന്നു, 29 ജീവനക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് സൗദിയുടെ കപ്പലിൽ എത്ര ജീവനക്കാരുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. മാരകമായിരിക്കുന്ന പരിക്കേറ്റത് അല്ലെങ്കിൽ തകർച്ച ഉണ്ടായത് സൗദിയുടെ കപ്പലിനാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നിലവിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുക. അത് പിന്നെ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അത് പറയുന്നത് ഈ ചെങ്കടലിൻ്റെ യാംബു പോർട്ട്, സൗദി അറേബ്യയുടെ യാംബു പോർട്ടിനടുത്തുള്ള തുറമുഖത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കപ്പലുകൾ വഴി മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രതിസന്ധി കാര്യങ്ങളില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഹോർമുസ് കടലിലൂടെയും ഒറ്റപ്പെട്ട രീതിയിൽ സൗദി അറേബ്യയുടെ കപ്പൽ പോകാറുണ്ട്. അത് ഇറാനുമായിട്ട് സംസാരിച്ച് യാതൊരു പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം അതോടനുബന്ധിച്ചേ പോകാറ്. ഏറ്റുമുട്ടലില്ലാത്ത വിധം കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കപ്പൽ എന്ന് പറയുന്നത് ഭീമമായിരിക്കുന്ന തുകമാണ് കപ്പൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ കപ്പലിനേക്കാൾ വലിയ വിലപിടിപ്പുള്ളതായിരിക്കും പെട്രോളിയവുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിൻ്റെ അകത്തുണ്ടാവുക. അതിനേക്കാൾ വില പിടിപ്പുള്ളതായിരിക്കും അതിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആക്രമണം നടത്തുന്ന സമയത്ത് വലിയ പ്രതിസന്ധി, വലിയ വിഷയങ്ങളുണ്ടാവും, വലിയ ചോർച്ച ഉണ്ടാവും, ഇൻഷുറൻസ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ആ റൂട്ടിലേക്ക് ഒക്കെ പോകും. ഇതെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഇറാനുമായിട്ട് സംസാരിച്ച് അവർക്ക് പണമാണെങ്കിൽ പണം കൊടുത്തുകൊണ്ട് അതിർത്തി കടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ സൗദി അറേബ്യ ചെയ്യാറുള്ളത്. ഖത്തറും ഇപ്പം അവർ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആ പെട്ടുപോയതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൂടെ നിർബന്ധിച്ചുകൊണ്ട് ട്രംപ് കടത്തി വിടുകയാണ് ചെയ്തത്. അതിന് നേരെ ആക്രമണം നടന്നു. ആക്രമണത്തോടനുബന്ധിച്ചുള്ള പ്രത്യാക്രമണം ഉണ്ടായി. അതിൻ്റെ ഒരു രൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഇറാൻ എവിടേക്ക് അമേരിക്കയുടെ സൈനിക ബേസിന് കേന്ദ്രീകരിച്ച് നടത്തി 85 മിസൈലുകൾ പായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 85 മേഖലയും തകർക്കാൻ പാകത്തിലാണ് ഈ മിസൈലുകൾ എത്തിയത്. അതിൻ്റെ ഒരു നാശനഷ്ടത്തെക്കുറിച്ചൊക്കെ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്ന് പല ആളുകളെയും കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം എത്ര വലിയ കരാർ വ്യവസ്ഥ ഉണ്ടായാലും എത്ര രാജ്യങ്ങൾക്ക് ചേർന്ന് നിന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരും ഒരിക്കൽ പോലും കരാർ പാലിക്കില്ല എന്ന് മാത്രമല്ല കുരുട്ട് തന്ത്രം പ്രയോഗിക്കുകയും കുറുക്കൻ്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് അവരവരുടെ ലക്ഷ്യം കാണാനുള്ള ശ്രമങ്ങൾ നടക്കും. അങ്ങനത്തെ എല്ലാ ശ്രമവും ഇപ്പോഴത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്ക അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടും കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.